ബി.ജെ.പി. ദേശീയ അധ്യക്ഷനെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായം കേൾക്കണമെന്ന നിർദ്ദേശവുമായി ആർ.എസ്.എസ്. കോർ ക്യാബിനറ്റിൽ നിന്നുള്ള ഒരംഗം ദേശീയ അധ്യക്ഷനാകുന്നതാണ് ഉചിതമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വത്തോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ആർ.എസ്.എസ്. നിർദ്ദേശം. ബി.ജെ.പി. അധ്യക്ഷന്റെ കാര്യത്തിൽ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായം കൂടി കേൾക്കണമെന്ന നിർദ്ദേശം ആർ.എസ്.എസ്. നേതൃത്വം മുന്നോട്ട് വെച്ചതാണ് ഈ ചർച്ചകളിലെ ഏറ്റവും പുതിയ നീക്കം. കേന്ദ്ര സർക്കാർ ക്യാബിനറ്റിൽ നിന്നുള്ള ഒരംഗം ദേശീയ അധ്യക്ഷനാകുന്നതാണ് ഉചിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ആർ.എസ്.എസ്. നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതോടെയാണ് ആർ.എസ്.എസ്. യോഗിയുടെ അഭിപ്രായം കേൾക്കാൻ ആവശ്യപ്പെട്ടത്. മുഴുവൻ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബി.ജെ.പി. ഭരണഘടന പ്രകാരം അഖിലേന്ത്യാ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഔദ്യോഗികമായി തുടങ്ങൂ. എന്നാൽ ഇത് സംബന്ധിച്ച ഊർജിതമായ ചർച്ചകളാണ് ഡൽഹിയിലും നാഗ്പൂരിലും നടക്കുന്നത്. ഒ.ബി.സി. വിഭാഗത്തിൽ നിന്ന് പ്രധാനമന്ത്രിയും ആദിവാസി വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയും ഉള്ള സാഹചര്യത്തിൽ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് അപ്പർ കാസ്റ്റ് നേതാവാകും പരിഗണിക്കപ്പെടുക എന്നതാണ് സൂചന. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരാണ് പ്രധാന പരിഗണനയിൽ. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര കൃഷിമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാനാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻതൂക്കം എന്നാണ് ലഭിക്കുന്ന വിവരം. ഭിന്നതകളോ നേതൃത്വത്തിൽ വിയോജിപ്പുകളോ ഇല്ലാത്ത നേതാവ് എന്നതും ജാതി സമവാക്യം പാലിക്കാനാകും എന്നതുമാണ് ചൗഹാന് അനുകൂലമാകുന്ന ഘടകം. രാജ്നാഥ് സിംഗ് നേരത്തെ പാർട്ടി അധ്യക്ഷനായിട്ടുള്ളതിനാൽ വീണ്ടും കൊണ്ടുവരേണ്ടതില്ലെന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനത്തേക്കാൾ സിംഗിന് താൽപ്പര്യം സംഘടനാ പ്രവർത്തനമാണ് എന്ന മറുവശവുമുണ്ട്. അതേസമയം ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറുടെ പേരും പരിഗണനയിലുണ്ട്. ജാട്ട് വിഭാഗം നേതാവ് വേണമോ എന്നത് കൂടുതൽ ആലോചന നടത്തുന്ന വിഷയമാണ്. ഖട്ടർ ആർ.എസ്.എസുമായി നല്ല ബന്ധമുള്ള നേതാവുമാണ്. അപ്രതീക്ഷിത പേരുമായി ആർ.എസ്.എസ്. രംഗത്ത് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പുതിയ അധ്യക്ഷനെ മെയ് 5-ന് മുമ്പ് തെരഞ്ഞെടുക്കും. എന്നാൽ അടുത്ത ആഴ്ചയോടെ അന്തിമ തീരുമാനം എടുക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് മലയാളം, ഡൽഹി.